ഈ മഴക്കാലത്ത് കേരളത്തിലെ ജനവാസ മേഖലകളിലേക്ക് ഇഴഞ്ഞു കയറിയത് 2552 മലമ്പാമ്പുകളാണ്. മെയ് മാസത്തിൽ മഴ തുടങ്ങിയതു മുതൽ ഒരാഴ്ച മുൻപ് വരെയുള്ള വനംവകുപ്പിന്റെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അതും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ വനത്തിൽ വിട്ടവയുടെ എണ്ണം മാത്രമാണ് ഈ 2552 എന്നുള്ളത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ളതിന്റെ 1.5 ഇരട്ടിയാണ് പിന്നീടുള്ള മാസങ്ങളിൽ ഇവർ പിടികൂട്ടിയ അതിഥികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. ജനുവരി ഏപ്രിൽ മാസങ്ങളിൽ വനവകുപ്പിന്റെ സർപ്പ വിഭാഗം പിടികൂടിയത് 1031 മലമ്പാമ്പുകളെ മാത്രമാണ്. വനത്തോട് അതിരിടുന്ന ഗ്രാമത്തിലാണ് കൂടുതലും മലമ്പാമ്പുകൾ കാണപ്പെടുന്നതെങ്കിലും നഗരപ്രദേശങ്ങളിലും ഇവയെ യഥേഷ്ടം പിടികൂടുന്നുണ്ട്. കൊച്ചി മുൻപ് മുതലേ മലമ്പാമ്പുകളുടെ വിഹാര കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. മലമ്പാമ്പുകളുടെ ഇഷ്ട ആവാസ വ്യവസ്ഥയായ ജലാശയങ്ങൾ, കനാലുകൾ, ചതുപ്പുകൾ, വെള്ളം നിറഞ്ഞ ഓടകൾ, എലികൾ ഉൾപ്പെടെയുള്ള ചെറുജീവികൾ ഇത്തരം മേഖലകളിൽ ഇഷ്ടം പോലെ ഉള്ളതിനാലാണ് മലമ്പാമ്പിനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഇവ കൊച്ചിയിലെത്താൻ കാരണമായത് ഇത് തന്നെയാണ്. ഗ്രാമമേഖലകളിലെ വീടുകളിലും വളർത്തുന്ന കോഴികളെയാണ് ഇവ കൂടുതലായി ഭക്ഷണമാക്കുന്നത്. കോഴി ഫാമുകളിലും മറ്റു സമീപത്തും മലമ്പാമ്പിനെ കൂടുതലായി തമ്പടിക്കുന്ന രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിലൂടെ ഒഴുകിയെത്തുന്ന പാമ്പുകൾ ഒടുവിൽ കരയ്ക്ക് കയറുന്നതും ജനവാസ മേഖലകളിൽ എത്തുന്നതും വനപാലകർ പറയുന്നു. കോഴി ഫാമുകളുടെയും മറ്റു സമീപത്തും ഇവ കൂടുതലായി തമ്പടിക്കുന്നതിന് പിന്നിലും ഇഷ്ടഭക്ഷണ ലഭ്യത തന്നെയാണ്.